ഇന്ന് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് ആണ് സെൻട്രൽ മൊമെന്റ്സ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അതുപോലെ മീൻ ഡീവിയേഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? സെൻട്രൽ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഓക്കെ, എം എക്സ് ഓഫ് ടി നമുക്ക് എന്ത് പറ്റും? എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു എക്സ് മൈനസ് മ്യൂ എഴുതാൻ പറ്റും. എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് മൈനസ് മ്യൂ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് മ്യൂ ടി എഴുതാൻ പറ്റും. ഓക്കെ, ഇ റേസ് ടു മൈനസ് മ്യൂ ടി കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മ്യൂ ടി തന്നെ ആയിരിക്കും. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് ടി റേസ് ടു എക്സ് അതുപോലെ എഴുതാം. സോ ഇ റേസ് ടു മ്യൂ ടി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എം എക്സ് ഓഫ് ടി തന്നെയാണ്. ഓക്കെ, എം എക്സ് ഓഫ് ടി അതായത് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എം എക്സ് ഓഫ് ടി ഈക്വൽ ഇ റേസ് ടു മ്യൂ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ. സോ ഇ റേസ് ടു മൈനസ് മ്യൂ ടി ഇൻറ്റു എം എക്സ് ഓഫ് ടി നമുക്ക് എം എക്സ് ഓഫ് ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാം? ഇ റേസ് ടു മ്യൂ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ വി ഗെറ്റ് ഇ റേസ് ടു മൈനസ് മ്യൂ ടി ഇ റേസ് ടു മ്യൂ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ. ഈ എം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്. ഈ എം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രൽ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്. നോട്ട് ചെയ്യണം, ഇത് സെൻട്രൽ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് മ്യൂ ടി ഇ റേസ് ടു മ്യൂ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ. ഇ റേസ് ടു മൈനസ് മ്യൂ ടി ഉണ്ട്, ഇ റേസ് ടു പ്ലസ് മ്യൂ ടി ഉണ്ട്, അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ വി ഹാവ് ഇ റേസ് ടു ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ. അപ്പോൾ സെൻട്രൽ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ശ്രദ്ധിക്കണം. സെൻട്രൽ മൊമെന്റ് ജനറേറ്റിംഗ് ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മീൻ ഡീവിയേഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ഡീവിയേഷൻ എന്നാണ്? ഓക്കെ, ദാറ്റ് ഈസ് മീൻ ഡീവിയേഷൻ എം ഡി ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അതായത് മീൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, മ്യൂ ആണ്. ദെൻ വി ഹാവ് എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് എക്സ് മൈനസ് മ്യൂ. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് എക്സ് മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും? ദാറ്റ്സ് ഈക്വൽ ടു എന്തൊരു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് മൈനസ് മ്യൂ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സ് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഗെറ്റ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് മൈനസ് മ്യൂ 1 sigma root 2 pi e raised to minus x minus mu square by 2 sigma square dx. നമുക്ക് 1 sigma root 2 pi കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും, അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ഓക്കെ, ദെൻ നമ്മൾ എന്തെടുക്കുന്നു? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഉള്ളതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? മ്യൂ ടു ഇൻഫിനിറ്റിയിലേക്ക് നമ്മൾ മാറ്റുന്നു. ഓക്കെ, അത് മ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ മീൻ ഡീവിയേഷൻ ആയിരിക്കും. അതായത് നമ്മൾ 0 to ഇൻഫിനിറ്റി കൊടുക്കുന്ന നേരം മ്യൂ ടു ഇൻഫിനിറ്റി കൊടുക്കുന്നു. ഇതിൻ്റെ മീനും മോഡും ഒക്കെ എന്താണ്? മ്യൂ ആണ്. അപ്പോൾ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമ്മൾ ഇതിനെ എന്താക്കി മാറ്റി? മ്യൂ ടു ഇൻഫിനിറ്റിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുന്നു. ഓക്കെ, ദാറ്റ് ഈസ് 2 sigma root 2 pi മ്യൂ ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂ ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് മ്യൂ സ്ക്വയർ ബൈ 2 sigma square ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? സെഡ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ എക്സ് മൈനസ് മ്യൂ എന്തായിട്ട് മാറും? സിഗ്മ സെഡ് ആയിട്ട് മാറും. ദെൻ എക്സ് മൈനസ് മ്യൂ ഈക്വൽ ടു സിഗ്മ സെഡ് ആകുമ്പോൾ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? സിഗ്മ ഡി സെഡ് വരും. ഓക്കെ, എക്സ് ഈക്വൽ ടു മ്യൂ ആകുമ്പം സെഡ് ഈക്വൽ ടു 0 വരും. ഇവിടെ നമ്മൾ മ്യൂ കൊടുക്കാൻ കാരണം എന്താണ്? നമുക്കറിയാം സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്താണ്? 0 ആണ്. നമുക്കറിയാം ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി കൊടുക്കാൻ പറ്റും. അതിന് പകരം നമ്മൾ ഇൻറ്റഗ്രൽ മ്യൂ ടു ഇൻഫിനിറ്റി നമ്മൾ കൊടുത്തു. അപ്പോൾ 2 times ഇൻറ്റഗ്രൽ മ്യൂ ടു ഇൻഫിനിറ്റി ആയിട്ട് മാറി. ദെൻ നമ്മൾ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മക്ക് നമ്മൾ സെഡിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഓക്കെ, ദെൻ എക്സ് മൈനസ് മ്യൂ ഈക്വൽ ടു എന്ത് വരും? സിഗ്മ സെഡ് വരും. ഫ്രം ദിസ് വി ഗെറ്റ് ഡി എക്സ് ഈക്വൽ ടു സിഗ്മ ഡി സെഡ് വരും. ഓക്കെ, ദെൻ എക്സ് മ്യൂ ആകുമ്പോൾ സെഡ് 0 വരും, എക്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ സെഡ് ഇൻഫിനിറ്റി ആകും. അതായത് എക്സ് മ്യൂ ടു ഇൻഫിനിറ്റി പോകുമ്പോൾ സെഡ് 0 to ഇൻഫിനിറ്റി വരും. ദെൻ മീൻ ഡീവിയേഷൻ എം ഡി ഈക്വൽ ടു എന്ത് കിട്ടും? 2 sigma root 2 pi ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ സെഡ് ഇ റേസ് ടു മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 ഡി എക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഡി സെഡ് വരും. ഓക്കെ, ഇവിടെ ഒരു സിഗ്മ ഉണ്ട്, ഇവിടെ ഒരു സിഗ്മ ഉണ്ട്, ഇവിടെ ഒരു സിഗ്മ ഉണ്ട്. ഇതിലൊരു സിഗ്മ ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി ഒരു സിഗ്മ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് 2 sigma by root 2 pi ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി z ഇൻറ്റു ഇ റേസ് ടു മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി സെഡ് വരും. ഇതിൽ നമ്മൾ സെഡ് സ്ക്വയർ ബൈ 2ന് പകരം നമ്മൾ യു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഓക്കെ, ദെൻ വി ഗെറ്റ് 2z ഡി സെഡ് ഈക്വൽ ടു എന്ത് വരും? 2d വരും. ദെൻ z ഡി സെഡ് ഈക്വൽ ടു എന്തായിട്ട് മാറും? du ആയിട്ട് മാറും.
ഓക്കെ. ദെൻ സെഡ് 0 ടു ഇൻഫിനിറ്റി വേരി ചെയ്യുമ്പോൾ യു 0 ടു ഇൻഫിനിറ്റിയിലേക്ക് വേരി ചെയ്യും. ദെൻ അതിൻ്റെ മെയിൻ ഡീവിയേഷൻ എം ഡി ഈക്വട്ട് എന്തായിരിക്കും? 2 സിഗ്മ ബൈ റൂട്ട് 2 പൈ ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് യു ഡി വരും. ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് യു. ഇ റേസ് ടു മൈനസ് യുവിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് യു നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് ഇ റേസ് ടു മൈനസ് യു ബൈ -1 ഫ്രം 0 ടു ഇൻഫിനിറ്റി എന്ത് യു വാരി ചെയ്യും. സോ നമ്മൾ യുക്ക് ഇൻഫിനിറ്റിയും യുക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് കിട്ടും. ദെൻ ഈ മൈനസ് ആണ് ഇവിടെ പ്ലസ് ആയിട്ട് മാറിയത്. ഓക്കെ, ദാറ്റ് ഈസ് 2 സിഗ്മ ബൈ റൂട്ട് 2 പൈ 0 പ്ലസ് 1 വരും. ദാറ്റ് ഈസ് വി ഗെറ്റ് എന്ത് കിട്ടും? റൂട്ട് 2 പൈ സിഗ്മ, റൂട്ട് ഓഫ് 2 പൈ സിഗ്മ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ നമുക്കറിയാം ഒരു 2 ഉണ്ട്, ഇവിടെ റൂട്ട് 2 ഉണ്ട്. അത് നമ്മൾ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിൽ എന്തായിട്ട് മാറും? റൂട്ട് 2 വരും. താഴെ റൂട്ട് പൈ ഉണ്ട്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 ബൈ പൈ സിഗ്മ വരും. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.79788 ഇൻറ്റു സിഗ്മ വരും. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആണ് എന്തിന്? 4/5. ഓക്കെ, ദെൻ നമുക്ക് മീൻ ഡീവിയേഷൻ എം ഡി ഈക്വൽ ടു നമുക്ക് 4/5 ഇൻറ്റു സിഗ്മ നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, മീൻ ഡീവിയേഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ എടുക്കുക. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്, അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദെൻ നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ. ദെൻ നമ്മൾ എന്താക്കി മാറ്റുക? ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ മ്യൂ ടു ഇൻഫിനിറ്റി ആക്കി മാറ്റുന്നു. ദെൻ 2 ഇൻറ്റു ഇൻറ്റഗ്രൽ മ്യൂ ടു ഇൻഫിനിറ്റി ആക്കി നമ്മൾ മാറ്റുന്നു. ദെൻ നമ്മൾ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്ക് പകരം സെഡ് കൊടുക്കുന്നു. ദെൻ ഫോളോ ചെയ്യുന്നു അത്. ദെൻ വരുന്നത് ഇവിടെയാണ്, ഇവിടെ z²/2 പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? യു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ദെൻ സോൾവ് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് യു വരുന്നു. അത് നമുക്ക് നേരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, ഇൻഫിനിറ്റിയും 0യും വാല്യൂ കൊടുക്കുന്നു. ദെൻ 0 + 1 നമുക്ക് കിട്ടുന്നു. ദെൻ എന്ത് ചെയ്യാം? ഇവിടെ 2 ഉണ്ട്, ഇവിടെ റൂട്ട് 2 ഉണ്ട്. രണ്ടിൽ നിന്ന് റൂട്ട് 2 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 2/π സിഗ്മ വരും. റൂട്ട് 2/π വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 0.79788 ഇൻറ്റു സിഗ്മ വരും. ഈ 0.79788 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 4/5 ഈക്വൽ ആണ്. ദെൻ നമുക്ക് മീൻ ഡീവിയേഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 4/5 ഇൻറ്റു സിഗ്മ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ.